അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ബൈ PMI 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8 for all n belongs to capital N. എന്താണ് PMI ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാൻ? ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ്? 3 raised to 2n plus 2 minus 8n minus 9 is divisible by 8 ആണെന്ന് തെളിയിക്കാൻ. അപ്പോൾ നമ്മൾ ആദ്യം മാത്തമാറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുത്തു P of n. 3 raised to 2n plus 2 minus 8n minus 9. P of 1 കണ്ടു. 3 raised to 2 into 1 plus 2. That is 2 plus 2 minus 8 minus 9. 8n എന്ന് പറയുമ്പോൾ 8 into 1 minus 8 അല്ലേ? അപ്പോൾ 3 raised to 4 minus 8 minus 9. 3 raised to 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 81 ആണ്. 81 minus 8 minus 9 that is equal to 64. അത് തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ ഓഫ് 8 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ഈസ് ഡിവിസിബിൾ ബൈ 8 എന്ന് എഴുതാം. ഇനി അസ്യൂം ദാറ്റ് P of k ഈസ് ട്രൂ. നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താണ്? P of k ട്രൂ ആണെന്ന്. ദാറ്റ് ഈസ് P of k എന്ന് പറയുന്നത് 3 raised to 2k plus 2 minus 8k minus 9 is divisible by 8 ആണ് നമ്മൾ അസ്യൂം ചെയ്തു, സങ്കല്പിച്ചു. നമ്മൾ എന്താ സങ്കല്പിച്ചേ? 3 raised to 2k plus 2 minus 8k minus 9 is divisible by 8 ആണ് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ ഇനി പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് ദാറ്റ് P of k plus 1 is true. അപ്പോൾ P of k plus 1 കൺസിഡർ ചെയ്യാം. P of k plus 1 എന്താ വരിക? P of k plus 1 kക്ക് പകരം k plus 1. അത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക 3 raised to വേഗം 2k plus 1 എഴുതരുത്. kക്ക് പകരമാണ് k plus 1 കൊടുക്കേണ്ടത്. ഇതാ ഈ kക്ക് പകരം. അപ്പോൾ എങ്ങനെ വരിക? 2 ഇൻറ്റു ബ്രാക്കറ്റിലാണ് k plus 1 വരിക. ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ തെറ്റും. 2 ഇൻറ്റു k plus 1 plus 2 മൈനസ് 8 ഇൻറ്റു ഇവിടെയും k ഉണ്ട്, അവിടെയും നമ്മൾ റീപ്ലേസ് ചെയ്യണം k plus 1. 8 ഇൻറ്റു k plus 1 മൈനസ് 9. ഇത് നമുക്ക് ഡിവിസിബിൾ ബൈ 8 എന്ന് കിട്ടണം അല്ലേ? അപ്പോൾ അതായത് ഇത് മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇത് രണ്ട് ടേംസിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടല്ല, അപ്പം നമുക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ ഒരു തൊട്ട് മുമ്പത്തെ പ്രോബ്ലംസ് ചെയ്തിരുന്നില്ലേ? എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഇത് ഉള്ളിലേക്ക് ഗുണിക്കുക. 2k പ്ലസ് 2 ഇൻറ്റു k 2k 2 ഇൻറ്റു 1 2 പ്ലസ് 2 മൈനസ് ഇതും ഗുണിക്കുക. 8k മൈനസ് 8 മൈനസ് 9 അല്ലേ? മൈനസ് 8k 8 ഇൻറ്റു 1 മൈനസ് 8 മൈനസ് 9. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഡിവിസിബിൾ ബൈ 8 ആണെന്ന് കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2k പ്ലസ് 2 പ്ലസ് 2 ഇതിനെ രണ്ട് ടേംസിൻ്റെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാം. അങ്ങനെ 3 raised to 2k പ്ലസ് 2 ഒന്നും അടുത്തത് ഇൻറ്റു 3 സ്ക്വയറും അല്ലേ? ശരിയാണല്ലോ. മൈനസ് 8k. ഈ 9നെ ആദ്യം എഴുതാൻ പോവുകയാണ്. കാരണം ഉണ്ട് നമ്മളെ P of kയിൽ 8k മൈനസ് 9 ആണ്. അപ്പോൾ ഈ 9നെ അപ്പുറത്ത് കൂടുക, 8നെ അപ്പുറത്ത് കൂടുക. അപ്പോൾ 8k അങ്ങനെ ചെയ്യാമല്ലോ, മാറ്റമൊന്നും വരില്ലല്ലോ. മൈനസ് 9 മൈനസ് 8. ഓക്കെ, ദെൻ 3 raised to 2k plus 2. ഈ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 9 ആണ് അല്ലേ? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. 9നെ നമുക്ക് ഡിവിസിബിൾ ബൈ 8 എന്നാണ് കിട്ടണ്ടേ. അപ്പം മൾട്ടിപ്പിൾ ഓഫ് 8 ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ എന്ന്? 9നെ എങ്ങനെ എഴുതാം? 8 പ്ലസ് 1 എഴുതാം. ബാക്കിയുള്ളത് അതുപോലെ തന്നെ എഴുതാം. മൈനസ് 8k മൈനസ് 9 മൈനസ് 8. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ ഉള്ളിലേക്ക് ഗുണിക്കുക. 8 പ്ലസ് 1നെ 3 raised to 2k plus 2 into 8 അല്ലേ?
ഉള്ളിലേക്ക് വീണ്ടും ഗുണിക്കുക പ്ലസ് 3 2k പ്ലസ് 2 ഓക്കെ ഇൻറ്റു 1 അല്ലേ അപ്പോൾ അതും ഗുണിച്ചു -8k -9 -8 ഇത്രയും മനസ്സിലായോ? പിന്നെ ഇതിനെ നമുക്ക് 8ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ, കാരണം 8 ഇൻറ്റു ആണ്. അപ്പം നമുക്ക് എന്താ എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് എഴുതാം. പിന്നെ ഇതോ 3 2k പ്ലസ് 2 -8k -9 എന്ന് പറയുന്നത് നമ്മളെ പി ഓഫ് കെ അല്ലേ. ദഫോ ഇത് ക്ലിയർ ആയിട്ട് ഡിവിസിബിൾ ബൈ 8 എന്ന് എഴുതാലോ. പിന്നെ -8 ആണ്. 8 എന്ന് പറയുന്ന ഓൾറെഡി മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഡിവിസിബിൾ ബൈ 8 പ്ലസ് ഡിവിസിബിൾ ബൈ 8 മൈനസ് ഡിവിസിബിൾ ബൈ 8 എന്ന് കിട്ടും. അപ്പോൾ കൂട്ടിയാലും കുറച്ചാലും ഒക്കെ എന്തായിരിക്കും? ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു ഡിവിസിബിൾ ബൈ 8 എന്ന് എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. കാരണം പി ഓഫ് കെ പ്ലസ് 1 ഡിവിസിബിൾ ബൈ 8 ആണ്. ഓക്കെ. സിക്സ്ത് പ്രോബ്ലം. പ്രൂവ് ബൈ പി എം ഐ n into n plus 1 into n plus 5 is a multiple of 3. P of n into n plus 1 into n plus 5. അത് നമുക്ക് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ചിട്ട് പ്രൂവ് ചെയ്യണം. അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യം പി ഓഫ് എൻ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുത്തു. പി ഓഫ് 1 കണ്ടു. 1 into 1 plus 1 into 1 plus 5 ദാറ്റ് ഈസ് 2 into 6 വരും, 12 വരും. 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. ഹെൻസ് നമുക്ക് എന്ത് എഴുതാം? പി ഓഫ് 1 ഈസ് ട്രൂ എന്ന് എഴുതാം. നമ്മളിനി അസ്യൂം ചെയ്യാണ് പി ഓഫ് കെ ഈസ് ട്രൂ എന്ന് അസ്യൂം ചെയ്തു. ദാറ്റ് മീൻസ് പി ഓഫ് കെ എന്ന് പറയുന്നത് എന്താവും? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആണ് നമ്മൾ അസ്യൂം ചെയ്തു, സങ്കല്പിച്ചു. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ എന്ന് തെളിയിക്കണം അല്ലേ. അതിനു വേണ്ടി പി ഓഫ് കെ പ്ലസ് 1 കൺസിഡർ ചെയ്തു. പി ഓഫ് കെ പ്ലസ് 1 എന്താ വരിക? കെക്ക് പകരം കെ പ്ലസ് 1 ദാ കെ പ്ലസ് 1, കെ പ്ലസ് 1 പ്ലസ് 1 വരും, ദാറ്റ് ഈസ് കെ പ്ലസ് 2, കെ പ്ലസ് 1 പ്ലസ് 5 വരും, ദാറ്റ് ഈസ് കെ പ്ലസ് 6. അപ്പോൾ എന്തായി? പി ഓഫ് കെ പ്ലസ് 1 കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 6 അല്ലേ. 3 ടേംസിൻ്റെ മൾട്ടിപ്പിളായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ഈ 3 കൂടെ നമ്മുടെ പല ന്യൂജ്യോതി ബുക്കുകളിലും ഇത് 3 കൂടെ ഗുണിച്ചെഴുതി സിംപ്ലിഫൈ ചെയ്ത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു മെത്തേഡിലേക്കാണ് നമ്മൾ പോണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ നോക്കുക. പി ഓഫ് കെ പ്ലസ് 1 കെ പ്ലസ് 1 ഉണ്ട്. അതേപോലെ തന്നെ പി ഓഫ് കെയിലും എന്തുണ്ട്? കെ പ്ലസ് 1 ഉണ്ട്. അപ്പം നമ്മൾ ആ കെ പ്ലസ് 1 നമ്മളവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ളത് കൺസിഡർ ചെയ്യാണ്. ഓക്കെ. കെ പ്ലസ് 2 ഞാൻ അവിടെ നിർത്തുകയാണ്. പക്ഷേ കെ പ്ലസ് 6 നമുക്ക് ഇതിലേക്ക് വരുത്തുകയാണ് നമ്മൾ. ഏതിൽ? പി ഓഫ് കെൻ്റെ ടേംസിലേക്ക് കേട്ടോ. കെ പ്ലസ് 2 ഒന്നും കാട്ടുന്നില്ല. പക്ഷേ കെ പ്ലസ് 5 നമുക്ക് കെ പ്ലസ് 5 ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല. അപ്പോൾ ഈ കെ പ്ലസ് 6 നമുക്ക് എങ്ങനെ എഴുതാം? കെ പ്ലസ് 5 പ്ലസ് 1 എഴുതാം. ശരിയല്ലേ? കെ പ്ലസ് 5 പ്ലസ് 1 എഴുതാം. അപ്പോൾ നിങ്ങളിത് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിന് കൊടുക്കേണ്ട ബ്രാക്കറ്റ് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ. ഇനി ഗുണിക്കുക. എങ്ങനെ ഗുണിക്കുക? ഇതേ ഇൻറ്റു ഇത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലത്തത്. അപ്പോൾ എന്താ വരിക? കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഉള്ളിലേക്ക് ഗുണിക്കുകയാണ്. അതിനാണ് സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ പറഞ്ഞത്. ഒന്നും വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടി മാത്രം. ഇത് 2 ടേംസ് ആക്കുകയാണ്. ഇതൊരു ടേമും ഇത് വേറൊരു ടേമും. ഏത്? 1 എന്നുള്ളത് വേറൊരു ടേമും. ഓക്കെ. ഇതൊരു ടേമും. അപ്പോൾ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു കെ പ്ലസ് 5 വരും ഒന്ന്. അടുത്തത് പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഇൻറ്റു 1 വരും. ഓക്കെ. അപ്പോൾ ഇൻറ്റു കെ പ്ലസ് 5 പ്ലസ് 1 ഇൻറ്റു ദിസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ശരിയല്ലേ?
എങ്ങനെയായി? ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇപ്പോഴും നമ്മുടെ പി ഓഫ് കെയിലേക്ക് എത്തിയോ? ഇല്ല. പക്ഷേ അതിൻ്റെ അടുത്ത് വരെ എത്തിത്തുടങ്ങിയതാ. അടുത്തത് നമ്മൾ നോക്കുമ്പോൾ കെ പ്ലസ് 1 ഉണ്ട്, കെ പ്ലസ് 5 ഉണ്ട്. ഇതാ കെ പ്ലസ് 1 ഉണ്ട്, കെ പ്ലസ് 5 ഉണ്ട് അല്ലേ? അവിടെ ഏതല്ലാത്തത്? കെ ആണില്ലാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതിന് ബ്രാക്കറ്റ് കൊടുക്കുക. ഇതിനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതിന് ബ്രാക്കറ്റ് കൊടുത്ത് ഗുണിക്കണം. നേരത്തെ നമ്മൾ ചെയ്തില്ലേ അതേപോലെ. ഓക്കെ, ഇതിന് അതുപോലെ തന്നെ ഇടുക. ഇത് അതുപോലെ തന്നെ ഞാൻ ഇടുകയാണ്. പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇവിടെ മാറ്റം വരുത്തണം. ഇതെങ്ങനെ ഗുണിക്കുക? കെ പ്ലസ് 1 ഇൻറ്റു കെ ഇൻറ്റു കെ പ്ലസ് 5. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ ഇൻറ്റു കെ പ്ലസ് 5 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു കെ പ്ലസ് 5. 2 ഇൻറ്റു കെ പ്ലസ് 5 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2. ഇങ്ങനെ വരും. ഇനി ഇവിടെ നോക്കുക, ഇത് പി ഓഫ് കെ അല്ലേ? കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 5 അത് ആൾറെഡി ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ലേ? അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതാം അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് എഴുതാം. പ്ലസ് പിന്നെ ഇതിൽ നിന്നും ഇത് രണ്ടും ഒന്ന് സിമ്പിളാക്കണം. എങ്ങനെ സിമ്പിളാക്കാം? ഇതിൽ രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ള ഒരു ടേം ഉണ്ട്. അതേതാ? കെ പ്ലസ് 1. അത് പുറത്തെടുക്കുക. എന്താ? കെ പ്ലസ് 1 പുറത്തെടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ബാക്കി എന്താ വരിക? ഇത് ഗുണിച്ചെഴുതുക. ഇതല്ലേ ബാക്കി? 2k പ്ലസ് 10 വരും. 2k പ്ലസ് 10 പ്ലസ് അവിടെ k പ്ലസ് 2. ഓക്കെ, ഇത് ആൾറെഡി മൾട്ടിപ്പിൾ ഓഫ് 3 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താ വരിക? 2k പ്ലസ് k 3k അല്ലേ? 3k പ്ലസ് 12. 3k പ്ലസ് 12 എന്നാ വരിക. ശരിയല്ലേ? 3k പ്ലസ് 12. ആ 3k പ്ലസ് 12 എന്തായി മാറും? മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് k പ്ലസ് 1 ഇൻറ്റു 3k പ്ലസ് 12ൽ നിന്ന് 3 പുറത്തെടുക്കാം അല്ലേ? 3 ഇൻറ്റു k പ്ലസ് 4 എന്ന് വരും. ഇത് 3ൻ്റെ ഗുണിതമല്ലേ ഇത്, ഈ ഒരു ടേം? കാരണം 3 ഇൻറ്റു അല്ലേ? ഇത് ആൾറെഡി മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. therefore മൾട്ടിപ്പിൾ ഓഫ് 3 പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് 3 അഗെയിൻ എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് 3. ദാറ്റ് implies that p of k plus 1 is true. p of k plus 1 എന്തായി? ട്രൂ ആയി. ഓക്കെ, ക്ലിയർ? ഹലോ സ്റ്റുഡൻസ്, ടൈപ്പ് 3 ഇത് വളരെ റെയറായിട്ട് ആനുവൽ എക്സാമിന് ചോദിക്കാറുള്ളൂ. എങ്കിൽ പോലും പഠിച്ചു വെക്കുക. പ്രൂവ് ബൈ ദി PMI that 2 raised to n greater than n. പി ഓഫ് എൻ എന്നുള്ളത് അതൊരു നോക്കുക. ഇപ്പോഴത്തെ ഒരു മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ എന്നൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ പി ഓഫ് എൻ എന്ന് പറയുന്നത് നമ്മൾ പേര് കൊടുത്ത് മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് 2 raised to n greater than n. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെയാണ്. പി ഓഫ് 1 എന്നുള്ളത് 2 raised to 1 greater than 1 എന്ന് വരും. ദാറ്റ് ഈസ് 2 greater than 1 which is true. അപ്പോൾ പി ഓഫ് 1 ട്രൂ ആണെന്ന് കിട്ടി. നെക്സ്റ്റ്, assume that p of k is true. നമ്മൾ assume ചെയ്യണം p of k ട്രൂ ആണ്. that means p of k എന്ന് പറയുന്നത് 2 raised to k greater than k ആണ്. 2 raised to k k നേക്കാൾ വലുതാണ്. then to prove that p of k plus 1 is true, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? p of k plus 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. അതിനു വേണ്ടി നമുക്ക് p of k plus 1 കൺസിഡർ ചെയ്യാം. എന്താണ് p of k plus 1 എഴുതുക? kക്ക് പകരം k plus 1. 2 raised to k plus 1. നമുക്ക് കിട്ടേണ്ട ആൻസർ 2 raised to k plus 1 is greater than k plus 1 എന്ന് കിട്ടണം. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ ലെഫ്റ്റ് സൈഡ് ആ ഗ്രേറ്റർ ദാൻ്റെ
ലെഫ്റ്റ് സൈഡ് നമ്മൾ കൺസിഡർ ചെയ്തു. എന്താണ്? 2 raised to k plus 1 അല്ലേ? 2 raised to k plus 1 എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? 2 raised to k into 2. 2 raised to k into 2 എന്ന് വരും. അപ്പോൾ 2 raised to k into 2 എന്നുള്ളത് എങ്ങനെ എഴുതാം? നമുക്കറിയാം ഒരു കാര്യം, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് പി ഓഫ് കെ ട്രൂ ആണ്. നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്, അതായത് 2 raised to k ഗ്രേറ്റർ ദാൻ k ആണ്. 6th ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, ശ്രദ്ധിക്കുക, 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ, സംശയമില്ലല്ലോ. ഇതിനൊക്കെ ഇനീക്വാലിറ്റി എന്നാ പറയാം. ഇനീക്വാലിറ്റീസ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതിനൊക്കെ ഇനീക്വാലിറ്റീസ് എന്നാ പറയാം. അപ്പോൾ ഒരു സംഖ്യ നമ്മൾ ഇവിടെ കൂട്ടി കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 1 പറയുന്ന സംഖ്യ ഇവിടെ കൂട്ടുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡും കൂട്ടി കൊടുക്കുക 1. പക്ഷേ ഇനീക്വാലിറ്റിക്ക് ഒരു മാറ്റവും വരില്ല. അതുപോലെ തന്നെ ഒരു സംഖ്യ നമ്മളിവിടെ കുറച്ചു എന്ന് വിചാരിക്കുക, അപ്പോഴും നമ്മളെ ഇനീക്വാലിറ്റിക്ക് ഒരു മാറ്റവും വരില്ല. കാരണം ഇതെന്താ വരിക? 3 ഈസ് ഗ്രേറ്റർ ദാൻ 2 തന്നെയല്ലേ? ശരിയാണ്. ഇതോ 1 ഈസ് ഗ്രേറ്റർ ദാൻ 0, ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഇനീക്വാലിറ്റീൻ്റെ ലെഫ്റ്റിൽ നമ്മളൊരു സംഖ്യ കൂട്ടി കൊടുക്കുകയോ അതുപോലെ തന്നെ കുറച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ ഒരു ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ എന്നുള്ള ചിഹ്നം മാറില്ല. അത് അതേപടി സാധാ ഈക്വൽ ടു ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 2 raised to k plus 1 ഈസ് ഗ്രേറ്റർ ദാൻ k plus 1 കിട്ടണം. അപ്പോൾ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു 2 raised to k into 2. അതേപോലെ തന്നെ നിങ്ങളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, 2 ഈസ് ഗ്രേറ്റർ ദാൻ 1 ആണല്ലോ. നമ്മളൊരു സംഖ്യ, ഒരു പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഗുണിക്കുകയാണെന്ന് വിചാരിക്കുക ഇനീക്വാലിറ്റീൻ്റെ ലെഫ്റ്റിൽ. അപ്പോൾ ഇവിടെ എന്താ വരിക? 2 കൊണ്ടാണ് ഗുണിക്കുന്നത് വിചാരിക്കുക. 2 into 2 റൈറ്റിലും ഗുണിക്കണം, 1 into 2. അപ്പോൾ എന്താ വരിക? 4 ഈസ് ഗ്രേറ്റർ ദാൻ 2, ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് സംഖ്യ കൊണ്ടാണ് നമ്മൾ ഈ ഗ്രേറ്റർ ദാൻ്റെ ലെഫ്റ്റും റൈറ്റും ഗുണിക്കുന്നതെങ്കിലും നമ്മളുടെ ഗ്രേറ്റർ ദാൻ എന്നുള്ള ചിഹ്നം മാറില്ല, അത് അതുപോലെ തന്നെ നിലനിൽക്കും. അതായത് ലെസ് ദാൻ ആവില്ല എന്നർത്ഥം പോസിറ്റീവ് സംഖ്യയാണെങ്കിൽ. ബട്ട് നെഗറ്റീവ് സംഖ്യ കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ആവും, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആവും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആവും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആവും. ഓക്കെ, അതിനെപ്പറ്റി വല്ലാതെ ബോധറിയണ്ട. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടേണ്ടതാണ് 2 raised to k plus 1 ഈസ് ഗ്രേറ്റർ ദാൻ k plus 1 എന്ന് കിട്ടണം അല്ലേ? അപ്പോൾ 2 raised to k into 2 എന്ന് എഴുതി, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി എന്ന് മാത്രം. അപ്പോൾ നമുക്കറിയാം ഇതിനെ ഒരു 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അല്ലേ, നമുക്കറിയാം 2 raised to k ഈസ് ഗ്രേറ്റർ ദാൻ k ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതേ ഗ്രേറ്റർ ദാൻ k ആണ്. അപ്പോൾ ഇത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? k into 2. ദാറ്റ് മീൻസ് 2kക്ക് ഗ്രേറ്റർ ദാൻ ആയിരിക്കും. കാരണം ഈ ഒരു 2 raised to k ഈസ് ഗ്രേറ്റർ ദാൻ k എന്നുള്ളത് 2 കൊണ്ട് ഗുണിച്ചു എന്ന് വിചാരിക്കുക. 2 raised to k into 2 തീർച്ചയായിട്ടും ഗ്രേറ്റർ ദാൻ എന്തായിരിക്കും? 2k ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 2 raised to k into 2 ഈസ് ഗ്രേറ്റർ ദാൻ 2k എന്ന് എഴുതാം. കാരണം പോസിറ്റീവ് സംഖ്യയല്ലേ 2, അതുകൊണ്ട് ഗുണിച്ചാൽ ഇനീക്വാലിറ്റി ചേഞ്ച് ആവില്ല. 2k എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 2kനെ നമുക്ക് എങ്ങനെ എഴുതാം? k plus k എന്ന് എഴുതാം. നമുക്ക് കിട്ടേണ്ടത് ഗ്രേറ്റർ ദാൻ k plus 1 എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഗ്രേറ്റർ ദാൻ എന്തെഴുതി? k plus k എന്ന് എഴുതി. k എന്ന് പറയുന്നത് k എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ് അല്ലേ? നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഈ k plus k എന്നുള്ളത് ഗ്രേറ്റർ ദാൻ k plus 1 ആണോ എന്ന് നോക്കണം. ഇന്നാണ് നമ്മുടെ പ്രോബ്ലം പ്രൂവായി. ആണോ? ഈ k ഒരു നാച്ചുറൽ നമ്പറാണ്. ഈ കേസൊക്കെ നാച്ചുറൽ നമ്പേഴ്സാണ്. അപ്പോൾ ഈ kക്ക് നമ്മൾ മിനിമം കൊടുക്കാവുന്ന വില 1 അല്ലേ? 0 ഒന്നും ആവില്ല. അപ്പോൾ k plus 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k plus 1 എന്ന് പറയാം അല്ലേ? k plus 1 കൊടുക്കുമ്പോൾ അത് ഈക്വൽ ആവും. kക്ക് 2 കൊടുക്കുമ്പോൾ k plus 2 ഗ്രേറ്റർ ദാൻ k plus 1 ആവും അല്ലേ? k plus 3 കൊടുക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ k plus 1 ആവും, ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? k plus k എന്ന് പറയുന്നത്
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താണ്? കെ പ്ലസ് 1 ആണ് അല്ലേ? കാരണം കെക്ക് നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കാവൂ. കാരണം നമുക്കറിയാം n ഈസ് എ നാച്ചുറൽ നമ്പർ. എന്നിൻ്റെ പ്ലേസിൽ ഇവിടെ കെ ആണെന്ന് മാത്രം. അപ്പോൾ കെ പ്ലസ് 1 മിനിമം, കെ പ്ലസ് 2 ആണ് മാക്സിമം. അപ്പം ഒന്നുമില്ലെങ്കിൽ ഇതിനേക്കാൾ വലുത്, അല്ലെങ്കിലോ ഈക്വൽ ആയിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ പ്ലസ് 1 ആണ്. അതുകൊണ്ട് നമുക്ക് തെളിയിക്കേണ്ട എന്ത് മാത്രം ഈക്വൽ ടു വേണമെന്നില്ല. അതിൽ നിന്ന് ഈക്വൽ ടു ആവശ്യമല്ല. നമുക്ക് ഏത് മാത്രം എഴുതാം? അല്ലെങ്കിൽ രണ്ടും കൂട്ടി എഴുതാം. കെ പ്ലസ് കെ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് എഴുതാം? കെ പ്ലസ് 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് നമുക്ക് ആവശ്യമുള്ളത് ഏതാ? 2 raised to k plus 1 ഈസ്. ഇതിൽ നിന്ന് രണ്ട് കേസും കൂടെ വേണമെന്നില്ല. കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ഗ്രേറ്റർ ദാൻ. ഇതിലത്തെ ഒരു കേസ് നമ്മൾ എടുത്തു കെ പ്ലസ് 1. ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് 2. പി ഓഫ് കെ പ്ലസ് 1 ഈസ് 2. രണ്ടാമത്തെ പ്രോബ്ലം, പ്രൂവ് ബൈ ദി പി എം ഐ 1 square plus 2 square plus etc. n square is greater than n cube by 3. n belongs to n. അപ്പം നമ്മുടെ ഇതും നമ്മൾ ഗ്രേറ്റർ ദാൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കാറില്ല അധികം, എങ്കിൽ പോലും പഠിച്ചു വെക്കുക. പി ഓഫ് എൻ എന്ന് പറയുന്ന നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിന് പേര് കൊടുത്തു. 1 square plus 2 square plus etc. n square greater than n cube by 3. എന്നിന് 1 കൊടുത്തു. പി ഓഫ് 1 ചെക്ക് ചെയ്യുക. ഒരു ടേമേ വരുള്ളൂ. 1 square ഈസ് ഗ്രേറ്റർ ദാൻ ആണ്, ഈക്വൽ അല്ല. ഗ്രേറ്റർ ദാൻ 1 cube by 3. 1 ക്ലിയർലി ഗ്രേറ്റർ ദാൻ 1 by 3നേക്കാൾ വലുതാണ് 1, വിച്ച് ഈസ് 2 ആണ്. ശരിയല്ലേ? 1 by 3നേക്കാൾ വലുതല്ലേ? അസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് 2. ദാറ്റ് ഈസ് പി ഓഫ് കെ എന്ന് പറയുന്നത് എന്താവും? 1 square plus etc. plus k square ഈസ് ഗ്രേറ്റർ ദാൻ കെ ക്യൂബ് ബൈ 3. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്തു പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തു. പി ഓഫ് കെ എന്ന് പറയുന്നത് 1 square plus etc. plus k square ഈസ് ഗ്രേറ്റർ ദാൻ കെ ക്യൂബ് ബൈ 3 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇനി നമ്മൾ തെളിയിക്കേണ്ടത് ടു പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് 2. നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് തെളിയിക്കണം. മീൻസ് പി ഓഫ് കെ പ്ലസ് 1 ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്തു. 1 square plus etc. നമുക്കറിയാം, നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിലൊക്കെ പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ കെ സ്ക്വയർ കഴിഞ്ഞ് ഒരു ടേമും കൂടെ വരും. കെക്ക് കെ പ്ലസ് 1 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് വരും? കെ സ്ക്വയർ പ്ലസ് കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ, സോറി ഇവിടെ നോക്കുക, ഇത്രയും നമുക്ക് കിട്ടി അല്ലേ? നമ്മൾ ആൾറെഡി കൺസിഡർ ചെയ്തു. പിന്നെ നമുക്ക് കിട്ടേണ്ട ആൻസർ എന്താണ്? അത് ഗ്രേറ്റർ ദാൻ കെ പ്ലസ് 1 ഹോൾ ക്യൂബ് ബൈ 3 എന്ന് കിട്ടണം. ഫോർ ദാറ്റ് നമുക്കറിയാം ഇത്രയും ടേം ആൾറെഡി എന്താണ്? ഗ്രേറ്റർ ദാൻ കെ ക്യൂബ് ബൈ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടേമിൻ്റെ കൂടെ ഒരു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. കെ ഇസ് എ പോസിറ്റീവ് നാച്ചുറൽ നമ്പർ. സോറി, കെ ഇസ് എ നാച്ചുറൽ നമ്പർ അല്ലേ? പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടേമിൻ്റെ കൂടെ പോസിറ്റീവ് സംഖ്യയാണ് ആഡ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പോസിറ്റീവ് സംഖ്യ ആഡ് ചെയ്യുമ്പോഴും ഇനീക്വാലിറ്റി മാറില്ലല്ലോ, ഇല്ല. അപ്പോൾ അതുപോലെ എഴുതാം. ഇത് ആൾറെഡി ഗ്രേറ്റർ ദാൻ എന്ത് എഴുതാം? കെ ക്യൂബ് ബൈ 3 ആണ്. തീർച്ചയായിട്ടും ഇതിന് കൂട്ടി എഴുതാം കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇനീക്വാലിറ്റി മാറില്ല. ദാറ്റ് ഇംപ്ലൈസ് ഇത് സിംപ്ലിഫൈ ചെയ്യണം. ഇത് നമുക്ക് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? നമുക്ക് കിട്ടേണ്ടത്, ഇത് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് ഇതിനേക്കാൾ വലുതായിരിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് സിംപ്ലിഫൈ നോക്കാം. ഇതെങ്ങനെ? ഇതൊരു റാഷണൽ നമ്പറിൻ്റെ രൂപത്തിലാണ്. ഇതിനെയും ബൈ 1 ചേർത്ത് റാഷണൽ നമ്പറാക്കി എക്സ്പാൻഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് ഗുണിക്കാം? കെ ക്യൂബ് ഇൻറ്റു 1 കെ ക്യൂബ് പ്ലസ് ഇത് നമ്മൾ ഗുണിക്കണം. ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യണം. എന്താ വരിക? കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. അതിനെ 3 കൊണ്ട് ഗുണിക്കണം. കെ സ്ക്വയറിനെ 3 കൊണ്ട് ഗുണിച്ചാൽ 3k സ്ക്വയർ. 2k ഇൻറ്റു 3 6k പ്ലസ് 1 ഇൻറ്റു 3 3 ഓൾ ഡിവൈഡ് ബൈ 3 ഇൻറ്റു 1 3. ഇങ്ങനെയാണ് വരിക. ഇനി
നമുക്കറിയാം k+1 ഹോൾ ക്യൂബ് ഇത് എക്സ്പാൻഡഡ് ഫോമാണ്. അതുകൊണ്ട് നമ്മുടെ ആൻസറിനെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. എക്സ്പാൻഡഡ് ഫോമിലേക്ക് ആക്കി എന്താ വരിക നോക്കുക. k³ പ്ലസ് 3k² പ്ലസ് 3k, നമുക്കറിയാലോ a+b ഹോൾ ക്യൂബ് 3k പ്ലസ് 1/3 എന്നാ വരിക അല്ലേ. അപ്പം നമുക്ക് ഇതിനെ നമുക്ക് ആ രൂപത്തിലേക്ക് എഴുതാം. k³ പ്ലസ് 3k² അവിടെ ഉണ്ട്, 3k² അവിടെ ഉണ്ട്, പ്ലസ് 6k ആണ് ഇവിടെ, അവിടെ 3k ആണ്. അപ്പം നമുക്ക് ഇവിടെ എന്ത് എഴുതാം? പ്ലസ് 3k എന്ന് എഴുതാം. ഒരു 3k ഇവിടെ ആഡ് ചെയ്തിട്ട് എഴുതാം. അപ്പം 6k ആയല്ലോ. പിന്നെ പ്ലസ് 1 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ ഇവിടെ 1 എഴുതാം പ്ലസ് 3k, പിന്നെ ബാക്കി ഇവിടെ 2 ആണ്, ഡിവൈഡഡ് ബൈ 3. അതായത് ഇൻ ടേംസ് ഓഫ് ഇതിൻ്റെ ടേംസിലേക്ക് ആക്കി എഴുതി. 3k², 6kനെ 3k പ്ലസ് 3k എന്ന് എഴുതി, പിന്നെ 3നെ 1 പ്ലസ് 2 എന്നും എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയത്? ദാറ്റ് ഇംപ്ലൈസ് ഗ്രേറ്റർ ദാൻ. ഇത്രയും ടേമിനെ പകരം നമുക്ക് എന്ത് എഴുതാം? രണ്ടാക്കി മാറ്റുക അല്ലേ, രണ്ടാക്കി മാറ്റുക. അപ്പോൾ എന്ത് വരും? ഇത്രയും ടേംസ് നമുക്കറിയാം എന്താണ്, k+1 ഹോൾ ക്യൂബ് ബൈ 3 എന്ന് എഴുതാം. അതിന് പകരം പ്ലസ് 3k പ്ലസ് 2/3 എന്നും വരും. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ ഇതൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്, k ഈസ് എ നാച്ചുറൽ നമ്പർ. തീർച്ചയായിട്ടും ഇത് പോസിറ്റീവ്. അതിൻ്റെ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനേക്കാൾ വലുതായിരിക്കില്ലേ? ഏതിനേക്കാൾ വലുതായിരിക്കും? k+1 ഹോൾ ക്യൂബ് ബൈ 3 വലുതായിരിക്കും. ദാറ്റ് അപ്പോൾ കിട്ടിയല്ലോ, ആൻസർ ആയല്ലോ. ഇത് ഇതിനേക്കാൾ വലുതായിരിക്കുമല്ലോ, അത് പോസിറ്റീവ് അല്ലേ? ദാറ്റ് ഇംപ്ലൈസ് ദാറ്റ് p of k+1 ഈസ് ട്രൂ. ഹെൻസ് ദി റിസൾട്ട്. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ചാപ്റ്ററിൽ. നന്നായിട്ട് പഠിക്കുക.